பையனும் தான். உங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. என்ன 19 வயசு தாழ இருக்கின்ற பெண்ணையும் 60 வயசு மேல அம்மாவானே எனக்கு செக்ஷுவல் ப்ரையாரிட்டின்னு പറയുന്നു. എന്താ ഇത്? വായ് അസിംഗം അല്ല. ഇത്രയും നാള് എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ചത്താലും കൊടുക്കില്ല, ഒരു പൈസ കൊടുക്കില്ല. இப்போ கேரளத்தில் என்னன்னா, யாருக்கெങ്കിലും பைசா இல்லைங்க ஒரு மொபைல் ஃபோனை வச்சுட்டு என்னை குறித்து மோசமாடி சம்சாரித்தால் காசு உண்டாக்கலாம். ஆ லெவலில் ஆகிப்போம். இது ஒரு தொழிலா, இது ஒரு ஜாபா? ஒரு செலிபிரிட்டி ஒரு பேர் எடுத்துட்டு ரொம்ப டிஸ்டர்பிங் ஆனதா. எனக்கு ஒய்ஃபை வந்து கோகிலாவை எடிவாடின்னு விളിക്കുന്നത്. இது எവിടത്തെ സംസ്കാരം இது? நான் ஃபாதர், இவ டாக்டர்ன்றா. நாங்கள் ஹஸ்பண்ட் ஒய்ஃபா எங்கே சைக்கிள் இது ஒரு ஃபுல் ஸ்டாப் இல்லை. இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரிஸ் இல்லை. எபிசோடா யாரை குறிச்சு போறீங்கன்னு உங்களுக்கு எல்லாருக்கும் அறியா. இப்ப எங்க கூட இத்தனை சேனல் வந்து மனசு நொந்து போய் மனசு வேதனையில ஒரு ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏൻ വന്ന് പറയണം ഇത്രയും നാള് എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ല ആരിടത്തും ചോദിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഹസ്ബൻഡ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചത് ഒരു ഡോക്ടർ. അപ്പൊ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞത്, എൻ്റെ അറിവിൽ 2 ആഴ്ച. அப்போ ஒரு பெண்ணு இவர் டாக்டர், அந்த பையன் ஒரு மலையாளி டாக்டர். ஓகே, 2 பேர் ப்ரொஃபஷனல். ஒரு டாக்டரும் ஆக்டரும் பிரிஞ்சா ஒரு மிஸ் அண்டர்ஸ்டாண்டிங்னு പറയാം. 2 പേരും ഡോക്ടേഴ്സ് എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? അപ്പോൾ ഒരു ചോദ്യം വരില്ല, ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ ഞാൻ சொன்னா എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ஒரு லிவர் டிரான்ஸ்பிளான்ட் ஆய சேஷன் கல்யாண ஜீவிதத்தில் இப்போதான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா ரேப் பண்ணிட்டேன். என்னோட சேரிட்டி ஒர்க் சத்தியமாக சொல்கிறேன், இந்த மாதம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ஒருத்தன் போய் அவட ചോദിക്കും. இல்லைனா வந்து சம்சயம் உണ്ടെങ്കിൽ எங்கள் வீட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ இது என்ன ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? அதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് ആരെ വേണാൽ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാൽ മതി എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും പറയും നീ സംശയം മനസ്സിൽ ഉള്ളത് ക്ലീനാ சொல்லுது. லாஸ்ட் ஒரு 2 வீக்ஸ் 1 மந்த் ஆகிட்டு டெய்லி வீடியோஸ் டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்ப எல்லாம் ஸ்டார்ட் பண்ணி. இல்ல ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ അന്ന് ചെന്നൈയിൽ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല എല്ലാവരും കൂടിയിട്ടാ ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ വരെ പോയത്, കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ?
இதெல்லாம் எப்படி இது അത് കണ്ടായിരുന്നില്ല ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിருக்க അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേശ്. அதுதான் சொல்லிருக்கேன் எல்லாம் வந்து பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்ப நீங்க போட்டா கூட அது வந்து எப்படி சொல்றது, நெகட்டிவா தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளவு அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க. ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. இதெல்லாம் எப்படி வந்து என்னால இது பண்ண முடியும்? கமெண்ட் எத்தனை தடவை பண்ணுங்க. ஒரு சேனல்ல ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்றீங்க. ஒரு பேஷண்ட் நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு திருச்சி ஜீவன் தெய்வம் கொடுத்தா இப்ப அந்த ஜீவனை எடுக்கிறதுக்காக ശ്രമിக்கிறீங்களா? நான் നന്നായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എന്റെ കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുവോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ? അത് നിങ്ങൾ വിശ്വസിക്കുവോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ അത് എനിക്കിட்ட റെക്കോർഡ് ഇருக்கு. അന്നേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലിരിക്കും. എല്ലാം കാണിച്ചു കൊടുത്തു. പോലീസ് എന്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷെ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനൊക്കെ ഉണ്ടാവും സംഭവം, അങ്ങനൊക്കെ ഉണ്ടാവും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈന്റ്, അതും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യന്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് അന്ന് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അവൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. മെന്റലി അൺസ്റ്റേബിൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, വക്കീലെടുത്ത് ചോദിക്കാം. ഇപ്പൊ ഞങ്ങള് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സാധാരണ 1-2 വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ ഒരു സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തില് ഓറലായിട്ട് വാശിയാലെ കുറെ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. നമുക്ക് വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് എന്ത് പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ഇവരുടെ കോപ്പിറൈറ്റ് ഉള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിന്റെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർമാരും അങ്ങനെയാണ് അത് വഴി ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് റീപബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പല പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം, പല രീതിയിലും വികൃതമാക്കിയും അവര് ഈ ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ, സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതെന്തോ അവർക്ക് പറയാം. പക്ഷെ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവർ അഭിപ്രായം പറയുമ്പോഴാണ് അത് അവരുടെ ശിക്ഷയ്ക്ക് അർഹമാകുന്നത്. അപ്പോൾ ബാലയും കോകിലെയും ഇപ്പൊ ബഹുമാനപ്പെട്ട കമ്മീഷണർ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടുനിൽക്കരുത്. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ്
ബാലയും കോകിലയും കമ്മീഷണർ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ FIR എടുക്കും, കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും, അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുത്, എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം ആർക്കും ആരെയും എന്തും എപ്പോ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലയുടെ കേസിന് മാത്രമല്ല, എല്ലാവരുടെയും കേസിൽ എല്ലാവർക്കും അത് ഒരു ഒരു വിഷയം. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത്, നമ്മുടെ നിയമവ്യവസ്ഥയില് അതെ നമ്മുടെ നിയമവ്യവസ്ഥയില് ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിന് കണ്ടെത്തി കൊടുക്കണം. പ്രധാനമായിട്ടും അതെ, ഈ പരാതികളിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഇപ്പൊ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പറയുന്നത്. കോകിലയും ഒരു സ്ത്രീയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യുക, വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ഒരാളെ പക്ക ഡിഫൈം ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം. ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ. ആരും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല. പക്ഷെ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല. സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ അത്ര മാത്രമേ ഉദ്ദേശിച്ചു. ഒരു കാര്യം കൂടെ പറയാം. അവര് പൈസ ഉണ്ടാക്കുന്ന കാര്യം ഞാനും കോകിലയുടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനൽ, വേറെ ഇതിലൊന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമെല്ലാം ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുമോ? എനിക്ക് എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിലെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മുമ്മയാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്താ ഇത്? അസിങ്ങല്ല. ഒരു അമ്മുമ്മ പ്രായത്തിൽ ഒക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? അല്ല മെന്റൽ പേഷ്യൻറ്റ് സംസാരിക്കുമോ? വേറെ ഒരു കാര്യം, എൻ്റെ വൈഫ് வந்து சொசைட்டியில் வயலன்ஸ் வருது ஃபஸ்ட்டு மனசிலாகும். அடுத்தவண்ட ஃபேமிலியில் கேரி போகும்போது அவரோட ப்ரைவேட் ஸ்பேஸில் கேரி போகும்போது பர்சனல் ஆகும் அந்த இஷ்யூஸ். இப்போ நான் கம்ப்ளைண்ட் கொடுக்கணுண்டு നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യയെ ഇടിവാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇരിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യ അവ കെട്ടിയവരെ എടി വാടിനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും. പക്ഷെ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിട്ടുണ്ട്, വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. ഞങ്ങൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ആ വണ്ടിക്കാരുടെയാണ് ഒരു സെലറിക്കാരുടെയാണ് എന്തൊക്കെ ന്യൂസ് അത് എന്നെ ബെയിലിൽ നോട്ട് അറസ്റ്റാ, എന്നെ അറസ്റ്റ് ചെയ്യാൻ 8-ാം തീയതി കൊല്ലുന്ന ഒരു റാങ് ന്യൂസ് ഉണ്ട്. ഇരിക്കാനായിട്ട് പോലീസ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വരണം കമ്മീഷണർ ഓഫീസിൽ? ഒരിക്കലും ഇല്ല. അതെല്ലാം കള്ള ന്യൂസ്. ബാല അറസ്റ്റിലാണ്. അറസ്റ്റ് ചെയ്യാൻ എല്ലാ പോലീസും ഇത് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ന്യൂസ് കണ്ടിട്ടുണ്ടാവും. രാത്രി 12 മണിക്ക് മൈക്കും പിടിച്ച്, എൻ്റെ സുഹൃത്ത് തന്നെയാ, മീഡിയനാവുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാ കള്ള ന്യൂസ് പറ്റൂ. അങ്ങനെ ഒരു എൻ്റെ മേലൊക്കെ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ എന്തിനാ കമ്മീഷണർ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യുന്നു? പോലീസ് സ്റ്റേഷനിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. ബാലചേട്ടൻ ഈ സിനിമയിൽ നിന്നാണെങ്കിലും ബാലചേട്ടനെതിരെ ഇതുപോലെ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? സിനിമയിലല്ല, ഇത് വന്ന് അബ്സല്യൂട്ട്ലി ഇതൊരു റീസൺ എന്താണെന്ന് എല്ലാവർക്കും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരെങ്കിലും റിഗാർഡിങ് മണി അബ്സല്യൂട്ട്ലി മണി. സാമ്പത്തിക ലക്ഷ്യം അത്രേ ഉള്ളൂ. എൻ്റെ അടുത്തവൻ സ്വത്ത് ആശപ്പെടുறாங்க, അவ்வளோதான். പിന്നെയും പറഞ്ഞാൽ ഒരു സെറ്റിൽമെന്റ് കാശ് സരി കൂടെ ഒരു 25 ലക്ഷം താ, ഒരു 50 ലക്ഷം താ சொல்லிட்டு இந்த கேங் ஸ்பிளிட் பண்ணிக்கிறது. சத்தாலும் கொடுக்கல, ஒரு பைசா கொடுக்கல.
ഒരു പണിയെ ഇതിലേക്ക് വണ്ടിയുണ്ട്. ഇപ്പൊ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പണം. ഇത് ആരുടെ വണ്ടിയാണ്? എങ്ങനെയുണ്ടല്ലോ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? நல்லாയിരുന്നു. இப்ப எல்லாரும் ரொம்ப நல்லா எங்க யூடியூப் சேனல் விட்டு கேலருக்கு எல்லா சேனலும் ரொம்ப நல்லா இருக்கு. ரொம்ப நல்லா இருக்கு. അല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. நீ வேற கேக்குற நாளைக்கு காணல. இது எல்லாரும் வச்சு குக் பண்ணிக்கிறேன். എല്ലാം കറിയൊക്കെ എല്ലാവരും വണ്ടി 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 ഉണ്ടല്ലേട്ടാ. ബൈ ബൈ ബൈ. പെൺഡ്രൈവ് നാളെ വരും അടുത്ത വീഡിയോ. ജയിക്കും നമ്മള് ജയിക്കും. പോസിറ്റീവ് തിങ്സ് വരണ്ടത്. ബൈ Bye bye bye.